നിങ്ങൾക്കിപ്പോൾ എത്ര പറഞ്ഞു തന്നാലും നിങ്ങളതൊന്നും കാണത്തൊന്നുമില്ല. കാണുന്നവർക്ക് പ്രയോജനം ചെയ്യുമല്ലോ, അത് മനസ്സിലാക്കുക. സ്വർണത്തെക്കാട്ടിലും തിളക്കമുള്ളതും വില കൂടിയതുമായിട്ടുള്ളതാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഡയമണ്ട് ഫേഷ്യൽ നമ്മൾ ചർമ്മത്തിൽ ചെയ്യുകയാണെങ്കിലോ ചർമ്മത്തിൻ്റെ തിളക്കം 10 മാറ്റാക്കാൻ സഹായിക്കുന്നതാണ്. എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഡയമണ്ട് ഫേഷ്യലാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി പണം മുടക്കി സലൂണിലൊന്നും കയറി ഇറങ്ങി ഡയമണ്ട് ഫേഷ്യലൊന്നും ചെയ്യേണ്ട. അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ മതി. സലൂണിൽ ചെയ്യുന്നതിനെക്കാട്ടിലും 10 മാറ്റ് റിസൾട്ട് നൽകുന്ന ഡയമണ്ട് ഫേഷ്യൽ ഇനി വീട്ടിൽ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഡയമണ്ട് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെയധികം വില കൊടുക്കേണ്ടി വരും. ചർമ്മത്തിൻ്റെ തിളക്കത്തിന് വേണ്ടി, ചർമ്മത്തിന് യൗവനത്തോടുകൂടി നിർത്താനും ചർമ്മത്തിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാതെയും ചർമ്മത്തിന് നമ്മൾ പലപ്പോഴായിട്ട് പല ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ചർമ്മത്തിന് ഡയമണ്ട് പോലെ തിളക്കം നൽകാനും സഹായിക്കുന്നതാണ് നമ്മുടെ ഡയമണ്ട് ഫേഷ്യൽ നിന്ന്. ഡയമണ്ട് ഫേഷ്യൽ ചെയ്യാനായിട്ട് ഗോൾഡൻ ഫേഷ്യലിനെക്കാട്ടിലും വലിയ വിലയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ അടുക്കളയിലോട്ട് ചെന്നാൽ മതി, കുറച്ച് കാര്യങ്ങൾ മതി. അത് വെച്ചിട്ട് നമുക്ക് ഡയമണ്ട് തിളക്കമുള്ള ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ പറയുന്ന സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ ചർമ്മം വെട്ടി ഡയമണ്ട് പോലെ തിളങ്ങുന്നതാണ്. എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം. അതെങ്ങനെയാണ് ആ ഒരു ഫേഷ്യൽ ചെയ്യുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെയുള്ളത് കണ്ടു നോക്കാം. അതിലേക്ക് പോകാം. ഡയമണ്ട് പോലെ ചർമ്മത്തിന് തിളക്കം വെക്കാൻ ഡയമണ്ട് ഫേഷ്യൽ നമുക്ക് ചെയ്താലോ? അതിന് വേണ്ടത് ആദ്യം നമ്മൾ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫേസ് ഫസ്റ്റിൽ ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഫേസിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് റോ മിൽക്കാണ്. 1 ടേബിൾ സ്പൂൺ റോ മിൽക്കാണ് നമുക്ക് വേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസാണ്. ക്ലെൻസിന് വേണ്ടി നമുക്ക് റോ മിൽക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് പച്ചപ്പാൽ വെച്ചിട്ടാണ് ഫേസ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത്. ഇപ്പോൾ റോ മിൽക്ക്, അതായത് പച്ചപ്പാൽ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിന് അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അലവേറ ജെല്ല് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ക്ലെൻസ് അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യാനായിട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. മിൽക്ക് യൂസ് ചെയ്തിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യാം. ഓക്കെ, ആ ഫേസ് ഫസ്റ്റിലത്തെ സ്റ്റെപ്പാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, മിൽക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. മസാജിങ് ക്രീം തയ്യാറാക്കുന്നതിന് ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അലവേറ ജെല്ല് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആണ് അലവേറ ജെല്ല് ചേർക്കേണ്ടത്. ഓക്കെ, അങ്ങനെ 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുക. ഒരു ജെല്ലി രീതിയിലായിട്ട് നമ്മുടെ മസാജിങ് ക്രീം കിട്ടുന്നതാണ്. കണ്ടോ, ഈ ഒരു രീതി നല്ല കണ്ടോ, മിക്സ് ആക്കുന്നതിനനുസരിച്ച് തിക്കായി മാറുന്ന നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ മസാജിങ് ക്രീം. കണ്ടോ നിങ്ങൾ, ഇത് ഫേസിലിട്ട് നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മസാജിങ് ക്രീം തയ്യാറാക്കിയത് കണ്ടല്ലോ, നല്ല അടിപൊളിയാണ് കേട്ടോ. ഫേസിൽ ആദ്യമേ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. ഞാൻ ഈ കാണിക്കുന്ന സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യമേ ഫേസിലൊന്ന് തേച്ച് പിടിപ്പിക്കും. ഓക്കെ, തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുണ്ട്, ഇവിടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് കറുപ്പ് കൂടുതലായിട്ട് വരും. അതായത് 8 എഴുതി കൊടുക്കണം. ഓക്കെ, ഇവിടെ 8. അതേപോലെ നോസിൻ്റെ ഭാഗത്തും 8. നമ്മുടെതുണ്ടോ 8 കണ്ടോ, ഇങ്ങനെ എഴുതി കൊടുക്കണം 8 ഇവിടെ. എന്നിട്ട് ഇവിടെ ഇതുണ്ടോ നമ്മുടെ ഈ ഭാഗത്തൊക്കെ എന്നിട്ട് ഇങ്ങനെ പിന്നെ 1 3 ആക്കിയിട്ട്. ഓക്കെ, അതിനുശേഷം ഒന്നും കൂടി ഇവിടെ ആക്കി കൊടുക്കുക. 8 കണ്ടോ, 8 പറ്റിയില്ല എങ്കിൽ ഇതാ ഇങ്ങനെ ആക്കിയാലും മതി. ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിനുശേഷം എന്താ നമ്മുടെ കൈകൾ വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമ്മൾ മസാജിങ് ക്രീം തേച്ച് കൊടുക്കണം. ഉണ്ടോ നിങ്ങൾ ഇവിടെയൊക്കെ ചുളിവ് വീഴുന്ന ഭാഗങ്ങളാണ്. അത് ഇതുപോലെ ഞാൻ ഒരു 3 പ്രാവശ്യം ഞാൻ ആക്കിയിട്ട് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ നിർത്തണം. ഓക്കെ, ഇതുപോലെ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇത് കണ്ടോ, കണ്ണിൻ്റെ മുകളിൽ നിന്ന്
നമ്മുടെ ഐബ്രോസ്. ഓക്കെ, എന്നിട്ട് ഇതുണ്ട് നമ്മുടെ ഈ വിരലുണ്ട്. ഓക്കെ, എല്ലാം ചെയ്തിട്ടുണ്ട്. അത് നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ നമ്മുടെ ഓപ്പോസിറ്റ്. ഓക്കെ, എന്നിട്ട് ഇതുണ്ട് നമ്മൾ നിങ്ങൾക്കിപ്പോൾ എത്ര പറഞ്ഞു തന്നാലും നിങ്ങളിതൊന്നും കാണത്തൊന്നുമില്ല. കാണുന്നവർക്ക് പ്രയോജനം ചെയ്യുമല്ലോ, അത് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ എത്ര എന്ത് പറഞ്ഞു കൊടുത്താലും ആർക്കും താല്പര്യമില്ല, സങ്കടമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് നമ്മളിതുണ്ടോ, നിങ്ങൾക്ക് നൈറ്റ് വേണമെങ്കിൽ ഈ ക്രീം ഉപയോഗിക്കാവുന്നതാണ്. ഫേസിൽ നല്ല അടിപൊളിയാണ്. ഓക്കെ, ഇത് കണ്ടോ നമ്മളിങ്ങനെ ഞാൻ പിടിക്കൂലേ. ഓക്കെ, കണ്ടോ ഞാൻ 1 2 3 അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് കണ്ടോ ഒന്ന് സോഫ്റ്റായിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഫേസിൻ്റെ ഒരു തിളക്കം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. കണ്ടോ, വെറുതെ പറയാമല്ല, മസാജിങ് ക്രീം ചെയ്തപ്പോൾ തന്നെ ഫേസിൻ്റെ തിളക്കം നിങ്ങൾ കണ്ടോ. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ ആട്ടപ്പൊടിയാണ് എടുക്കുന്നത്. ആട്ടപ്പൊടി എടുക്കുന്നത് 1.5 ടേബിൾ സ്പൂണാണ് ആട്ടപ്പൊടി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് ചന്ദനത്തിൻ്റെ പൗഡറാണ്. ചന്ദനത്തിൻ്റെ പൗഡർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം കടലമാവ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം എല്ലാവരുടെയും കയ്യിൽ ചന്ദനത്തിൻ്റെ പൊടി ഇല്ലാത്തത് കൊണ്ട് മാത്രം കടലമാവിൻ്റെ പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം ചന്ദനപ്പൊടി ഉണ്ടെങ്കിൽ അത് എടുക്കാം, അതല്ലെങ്കിൽ കസ്റ്റാണി മിട്ടി എടുക്കാം, മുൾട്ടാണി മിട്ടി എടുക്കാം, അതല്ല എങ്കിൽ റൈസ് പൗഡർ എടുക്കാം. ഞാൻ ചന്ദനത്തിൻ്റെ പൊടിയല്ല, ഞാൻ കടലമാവിൻ്റെ പൊടിയാണ് 1 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. കടലമാവിൻ്റെ പൊടി ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുക. അങ്ങനെ നമ്മുടെ സംഭവം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇത് മിക്സാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് കണ്ടോ, ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് മിക്സ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കാം. കണ്ടോ, അങ്ങനെ നമ്മുടെ ഡയമണ്ട് ഫേഷ്യലിൻ്റെ മൂന്നാമത്തെ സംഭവവും, അതായത് മൂന്നാമത്തെ കാര്യവും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഈ 3 സ്റ്റെപ്പിലുള്ള പാക്ക് നിങ്ങൾ ചെയ്തു നോക്ക്. പുറത്ത് വിപണിയിൽ കിട്ടുന്ന ഡയമണ്ട് ഫേഷ്യലിനെക്കാട്ടിലും നല്ല അടിപൊളി റിസൾട്ട് നൽകുന്നതാണ് ഈ ഒരു ഫേഷ്യലിൽ നിന്ന്. എന്തായാലും ചെയ്ത് നോക്കണേ കേട്ടോ. എന്തായാലും ഞാൻ ഇത് നിങ്ങളെ ചെയ്തിട്ടുള്ള റിസൾട്ടൊക്കെ കാണിക്കാം. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പാക്ക് തയ്യാറാക്കിയത് കണ്ടല്ലോ, നമ്മുടെ ഡയമണ്ട് ഫേഷ്യലിൻ്റെ. നമുക്ക് ഇനി ഇത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ് ഈ ഫേഷ്യൽ ചെയ്യുന്നത്, പക്ഷേ അതിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഫേസിൽ. ഓക്കെ, അങ്ങനെ ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളരിക്ക കട്ട് ചെയ്തിട്ട് കണ്ണി വെക്കാം. ഞാനിപ്പോൾ കണ്ണി വെക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. എന്തായാലും നമുക്കിത് ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്, ഞാൻ തുടയ്ക്കുകയാണ്. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ഫേഷ്യൽ ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കുന്നത്. ഞാൻ എന്തായാലും ഫുള്ളായിട്ട് തുടച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ടോ. ഉണങ്ങുമ്പോൾ സമയത്തൊരു വലിച്ചിൽ വരും. അപ്പോൾ നമ്മളിത് തുടച്ച് മാറ്റുമ്പോൾ വെള്ളം തളിച്ചിട്ട് ഓക്കെ ഉണ്ടോ. എന്തായാലും ഞാനൊന്ന് തുണി വെച്ചിട്ട് ഇവിടെ തുടയ്ക്കട്ടെ. നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ, മുന്നത്തേനെക്കാട്ടിലും സ്കിന്നകത്തുണ്ടായ ചേഞ്ചസ് കണ്ടോ, അടിപൊളിയാണ്. എന്തായാലും നമുക്ക് ഒന്ന് തുണി വെച്ചിട്ട് ഇവിടെ തുടയ്ക്കട്ടെ. എല്ലാം മാറ്റിയിട്ട് തുണി വെച്ച് തുടയ്ക്കുകയാണ്. കണ്ടോ, നമ്മളിപ്പം ഈ ഒരു ഫേഷ്യൽ ചെയ്തിട്ട് ഇന്നൊരു ദിവസം, അതായത് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന ദിവസം ഒരു ക്രീമോ ഒരു പാക്കോ ഒന്നും ഇടരുത്. സ്കിന്നിനെ ഫ്രീ ആയിട്ട് വേണം നമ്മൾ ചെയ്ത ആ ഒരു ഫേഷ്യലിൻ്റെ ചെറിയൊക്കെ ഗുണം നമ്മുടെ ഫേസിലിരിക്കും. അത് സ്കിന്നിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയാണ് ഒന്നും തന്നെ ചെയ്യേണ്ടാന്ന് ഇടണ്ടാന്നും ഒക്കെ പറയാനുള്ള കാരണം. മനസ്സിലായല്ലോ. സോപ്പ് ഒന്നും ഉപയോഗിച്ച് ഫേസ് കഴുകരുത് ഇന്നൊരു ദിവസം. സ്കിന്നിനെ ഫ്രീ ആയിട്ട് തന്നെ അങ്ങ് വിട്ടേക്കണേ കേട്ടോ. കണ്ടല്ലോ, ഡയമണ്ട് ഫേഷ്യലൊക്കെ ചെയ്തത് വളരെ എളുപ്പം തന്നെ ചെയ്യാവുന്നതാണ്.
ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. ചെയ്താലേ നമ്മൾ ആ ഒരു സലൂണിൽ ചെയ്യുമ്പോൾ ഡയമണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ട് നമ്മുടെ ചർമ്മത്തിന് കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണം. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കും, അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.